r vector of t equal to x of t I vector plus y of t j vector plus z of t k vector. So ഇതാണ് നമ്മുടെ പൊസിഷൻ വെക്ടർ ഓഫ് എ മൂവിംഗ് പാർട്ടിക്കിൾ. പൊസിഷൻ വെക്ടർ ഓഫ് എ മൂവിംഗ് പാർട്ടിക്കിൾ. ഒരു മൂവിംഗ് പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അതായത് ടി മാറുന്നതനുസരിച്ച്, ഓരോ ടി ഇവിടെ ഉദ്ദേശിക്കുന്നത് ടൈമാണ്. ടൈം മാറുന്നതനുസരിച്ച് ഓരോ ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പൊസിഷൻ വെക്ടറിൽ മാറ്റം ഉണ്ടാവും. ആ മാറ്റത്തിന്റെ എക്സ് കമ്പോണന്റ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫംഗ്ഷൻ എക്സ് ഓഫ് ടി ആണ്. വൈ കമ്പോണന്റ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫംഗ്ഷൻ വൈ ഓഫ് ടി ആണ്. സെറ്റ് കമ്പോണന്റ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫംഗ്ഷൻ സെറ്റ് ഓഫ് ടി ആണ്. ആസ് ടി വേരീസ് എക്സ് വൈ സെറ്റ് ആർ വേരീസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഈക്വൽ ടു വെലോസിറ്റി വി വെക്ടർ. വെലോസിറ്റി നമുക്കറിയാം ഒരു ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി. വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇറ്റ്സ് ആൾസോ ഡിപെൻഡ്സ് ഓൺ ടൈം. സോ വി വെക്ടർ ഓഫ് ടി ഈക്വൽ ടു v vector of t equal to dr vector by dt. v vector of t equal to v by dt of r vector of t. v by dt of r vector of t. ഓക്കെ, അതായത് ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി കിട്ടും. പൊസിഷൻ വെക്ടറിന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി കിട്ടും. സ്പീഡ് ഈക്വൽ ടു സ്പീഡിനാണെങ്കിൽ എസ് നോ എന്തെങ്കിലും വിളിക്കാം. ഓക്കെ, ഈക്വൽ ടു മോഡുലസ് ഓഫ് വി വെക്ടർ ഓഫ് ടി. വി വെക്ടർ ഓഫ് ടിയുടെ മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്ത് പറയാ, സ്പീഡ് എന്ന് പറയാം. ഓക്കെ, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും സ്പീഡ്. ഓക്കെ, മോഡുലസ് ഓഫ് വി വെക്ടർ ഓഫ് speed equal to modulus of v vector of t. And acceleration equal to a equal to a vector of t. അതും വെക്ടർ ക്വാണ്ടിറ്റി ആണ്. equal to d by dt of v vector of t. d by dt of v vector of t. ഈ മൂന്ന് ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. അതായത് ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ഐ വെക്ടർ പ്ലസ് വൈ ഓഫ് ടി ജെ വെക്ടർ പ്ലസ് സെറ്റ് ഓഫ് ടി കെ വെക്ടർ. ഇതൊരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. ആസ് ടൈം വേരീസ് അനുസരിച്ച് എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും സെറ്റ് കമ്പോണന്റും വേരി ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ പൊസിഷൻ വെക്ടർ അല്ലെങ്കിൽ ഈ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആയിരിക്കും. സ്പീഡ് എന്ന് പറയുന്നത് ആ ഡെറിവേറ്റീവിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഫംഗ്ഷന്റെ അല്ലെങ്കിൽ വെലോസിറ്റി വെക്ടറിന്റെ ഡെറിവേറ്റീവ്. ഓക്കെ, സോ ഈ മൂന്ന് ഇക്വേഷൻസ് ആണ് നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എഴുതാം. നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. എല്ലാവരും എഴുതിയെടുത്ത് വിചാരിക്കുന്നു. എല്ലാവരും എഴുതിയെടുത്തോ? ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതാം. A particle moves along a circular path in such a way that its x and y coordinates at a time tr x is equal to 2 cos t, y is equal to 2 sin t.
Question: find the instantaneous velocity and speed of the particle at the time t. The particle at the time t. Okay, ഇവിടെ നമുക്ക് എക്സ് കമ്പോണന്റ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, വൈ കമ്പോണന്റ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് എ പൊസിഷൻ വെക്ടർ ആണ് തന്നിട്ടുള്ളത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും സ്പീഡും ആണ്. അപ്പൊ തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് നമുക്ക് ആർ വെക്ടർ ഓഫ് ടി എഴുതാം. ആർ വെക്ടർ ഓഫ് ടി ഈക്വൽ ടു 2 cos t I വെക്ടർ പ്ലസ് 2 sin t j വെക്ടർ. R vector of t equal to 2 cos t I vector plus 2 sin t j vector. The x component determine the function 2 cos t and y component determine the function 2 sin t. Okay. Again, velocity and b vector of t equal to d by dt of r vector of t. So that is 2 cos t derivative minus 2 sin t I vector plus 2 sin t derivative plus 2 cos t j vector. So this is the velocity vector. Instantaneous velocity minus 2 sin t I vector plus 2 cos t j vector. This is the magnitude of the modulus of v vector of t. Speed equal to root of minus 2 sin t whole square plus 2 cos t whole square. So this is equal to root of 4 sin square t plus 4 cos square t. Okay, minus 2 square ചെയ്യുമ്പോൾ 4 കിട്ടും, sin t square ചെയ്യുമ്പോൾ sin square t കിട്ടും, plus 2 square ചെയ്യുമ്പോൾ 4 കിട്ടും, cos t square ചെയ്യുമ്പോൾ cos square t കിട്ടും. So root of 4 into sin square t plus cos square t. So that is root of 4 into sin square t plus cos square t is 1. So 4 into 1 is equal to root 4, which is equal to 2. So speed is equal to 2. But a unit വേണമെങ്കിൽ ഇതാ യൂണിറ്റ് എഴുതിയതിൽ കുഴപ്പമൊന്നുമില്ല. Okay. Mathematics unit is not important. Physics ആകുമ്പോൾ നിങ്ങൾ യൂണിറ്റ് എഴുതണം. മാത്സിൽ നമുക്കാണെങ്കിൽ യൂണിറ്റ് എഴുതേണ്ടത് നിർബന്ധമൊന്നുമില്ല. Okay. So that is the method. So just a simple question ആണ്. വെലോസിറ്റി കാണാൻ പറഞ്ഞാൽ ജസ്റ്റ് ആ പൊസിഷൻ വെക്ടറിന്റെ ഡെറിവേറ്റീവ് കാണുക, സ്പീഡ് കാണാൻ പറഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണുക. Okay. Is it clear to everyone? Is it clear? Yes, even പറയൂ. Yeah. Okay. Next question. Question ബാങ്കിലെ question.
Seventh question. Find the velocity, speed and acceleration. Find the velocity, speed and acceleration. അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. Find the velocity, speed and acceleration at the given time t. Find the velocity, speed and acceleration at the given time t of a particle. Find the velocity, speed and acceleration. Find the velocity, speed and acceleration at the given time t of a particle moving along the given curve. The seventh question ആണ് പറയുന്നത്. Of a particle moving along the given curve. X equal to 1 plus 3t. അതായത് x equal to 1 plus 3t. X equal to 1 plus 3t. ആകെ 52 പേരേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ അറ്റൻഡൻസ് എടുക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് അറ്റൻഡൻസ് ഇപ്പൊ തന്നെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഒരു 2 മിനിറ്റ് സമയം തരാം എല്ലാവരും. എന്നിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഇപ്പൊ അറ്റൻഡൻസ് എടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എല്ലാവരും കുറച്ചുപേര് അവസാനം ജോയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അറ്റൻഡൻസ് കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ ക്ലാസ് തുടങ്ങി ഏകദേശം 15 മിനിറ്റ് ആയി. ഓക്കെ, T3 ക്ലാസ്സിൽ ഞാൻ അറ്റൻഡൻസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ മാർക്ക് ചെയ്യാം. ടൈം ഔട്ട് കഴിയുന്നതിന് മുന്നേ മാർക്ക് ചെയ്യാം. ഓക്കെ, T4ലും അറ്റൻഡൻസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എല്ലാവരും പെട്ടെന്ന് തന്നെ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്ത ശേഷം ഇവിടെ കമന്റ് ചെയ്യാം. ഓക്കെ, കമന്റ് ചെയ്തോളൂ. ഓക്കെ.
ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോവാം. നമ്മുടെ 7th ക്വസ്റ്റ്യൻ x equal to 1 plus 3t, x equal to 1 plus 3t, y equal to 3 minus 4t, y equal to 3 minus 4t, and z equal to 7 plus 3t. t യുടെ വാല്യൂ തന്നിട്ടുണ്ട് at t equal to 2. So പൊസിഷൻ വെക്ടർ എക്സ് കമ്പോണന്റ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫംഗ്ഷൻ, വൈ കമ്പോണന്റ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫംഗ്ഷൻ, സെഡ് കമ്പോണന്റ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫംഗ്ഷൻ മൂന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടൈം 2 ആവുന്ന സമയത്തുള്ള വെലോസിറ്റി, സ്പീഡ്, ആക്സിലറേഷൻ, ഇത് മൂന്നുമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ. ഓക്കെ, വെലോസിറ്റി, സ്പീഡ്, ആക്സിലറേഷൻ. സോ നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ ആദ്യം പൊസിഷൻ വെക്ടർ എഴുതുക. പൊസിഷൻ വെക്ടർ എഴുതിയ ശേഷം വെലോസിറ്റി കാണാൻ ആദ്യം പൊസിഷൻ വെക്ടർ ആർ വെക്ടർ ഓഫ് ടി എഴുതാം. ആർ വെക്ടർ ഓഫ് ടി ഈക്വൽ ടു 1 plus 3t I vector plus 3 minus 4t j vector plus 7 plus 3t k vector. Okay. Velocity കണ്ടുപിടിക്കാം. v vector of t equal to d by dt of r vector of t. So 1 plus 3t യുടെ ഡെറിവേറ്റീവ് 3 equal to 3i vector. ഇവിടെ minus 4 j vector plus 3k vector. So that is the velocity vector 3i minus 4j plus 3k. ഇവിടെ t ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് നിർത്തിയാൽ മതി. മറിച്ച് ഇവിടെ എവിടെയെങ്കിലും ഇവിടെ t ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ t ക്ക് സ്ഥാനത്ത് 2 കൊടുക്കണം. ഓക്കെ, സോ ദാറ്റ് ഇസ് വെലോസിറ്റി വെക്ടർ. ഇനി നമ്മൾ സ്പീഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ മോഡുലസ് ഓഫ് പി വെക്ടർ ഓഫ് ടി ഈക്വൽ ടു സ്പീഡ്. സോ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് മൈനസ് 4 ഹോൾ സ്ക്വയർ plus 3 square, root of 9 plus 16 plus 9. So 16 plus 18. 16 plus 18 is 34. Root 34. So speed is root 34. Acceleration കാണണമെങ്കിൽ എന്ത് ചെയ്യണം? A vector of t equal to d by dt of v vector of t. d by dt of v vector of t. So 3 യുടെ ഡെറിവേറ്റീവ് 0, so 0 I vector. Minus 1 derivative 0, so plus 0 j vector. 3 derivative 0 plus 0 k vector. Okay. So 0 vector. 0 vector. ഇതിനെയാണ് സീറോ വെക്ടർ എന്ന് പറയാം. എല്ലാ കമ്പോണന്റും സീറോ ആയിട്ടുള്ള വെക്ടറിനെയാണ് സീറോ വെക്ടർ. സോ ആക്സിലറേഷൻ ഇസ് എ സീറോ വെക്ടർ. ആക്സിലറേഷൻ അറ്റ് എനി ടൈം ഈസ് സീറോ. ആക്സിലറേഷൻ അറ്റ് എനി ടൈം ഈസ് സീറോ. സോ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ഞാൻ പറയുന്ന ആൾക്കാർ ഗ്രൂപ്പിലുണ്ടോ നോക്കാം. അഭിമന്യു ഇല്ല അല്ലെ? അഭിമന്യു, ആസിഫ് അലി ഇല്ല. ആസിഫ് അലി, സച്ചു ഷിൽജാദ് ഉണ്ടോ? സച്ചു ഷിൽജാദ്, സച്ചു ഷിൽജാദ് ഉണ്ടോ?
സുഷിൽജാദ് ഉണ്ടോ? ഇല്ല. ഓക്കെ. അബ്ദുൽ മാജിദ് ഉണ്ടോ? അബ്ദുൽ മാജിദ്? അബ്ദുൽ മാജിദ്. ഓക്കെ. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയി വിചാരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്, വലിയ ഡിഫിക്കൽട്ട് ഒന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A particle moves through three space. Three space means three-dimensional space. Okay. A particle moves through three-dimensional space in such a way that its velocity vector, I vector plus tj vector plus t square k vector. A particle moves through three-dimensional space in such a way that its velocity is v vector of t equal to I vector plus tj vector plus t square k vector. A particle moves through three-dimensional space in such a way that its velocity is v vector of t equal to I vector plus tj vector plus t square k vector. Find the coordinates of the particle at the time t equal to 1, given that its particle is at the point -1, 2, 4 at t equal to 0. Find the coordinates of the particle at the time t equal to 1. Find the coordinates of the particle at the time t equal to 1, given that the particle is at the point -1, 2, 4 at the time t equal to 0. Given that the particle is at the point -1, 2, 4 at the time t equal to 0. So here v vector of t ആണ് നമുക്ക് തന്നിട്ടുള്ളത്. V vector of t. V vector of t എന്ന് പറഞ്ഞാൽ velocity എത്ര തന്നിട്ടുള്ളത്? I vector plus tj vector plus t square k vector. I vector plus tj vector plus t square k vector. So that is v vector of t. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോർഡിനേറ്റ്സ് ഓഫ് ദി പാർട്ടിക്കിൾ ആണ്. കോർഡിനേറ്റ്സ് മീൻസ് r വെക്ടർ, പൊസിഷൻ വെക്ടർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പൊസിഷൻ വെക്ടർ t1 ആവുമ്പോഴുള്ള പാർട്ടിക്കിളിന്റെ പൊസിഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ തന്നിട്ടുള്ളത് വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, സാധാരണ നമുക്ക് r വെക്ടർ ഓഫ് ടി തരും, പൊസിഷൻ വെക്ടർ തരും, നമ്മൾ വെലോസിറ്റി കാണാൻ എന്ത് ചെയ്യും? ഡെറിവേറ്റീവ് എടുക്കും. ഇവിടെ തിരിച്ച് വെലോസിറ്റി തന്നിട്ടുണ്ട്, സോ നമ്മൾ പൊസിഷൻ വെക്ടർ കാണണം. അപ്പൊ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നതിന് പകരം ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, തിരിച്ചാണ് നമുക്ക് വേണ്ടത്. അതായത് വെലോസിറ്റി അറിയാം, പൊസിഷൻ വെക്ടറിലേക്ക് പോണെങ്കിൽ. ഓക്കെ, r വെക്ടർ ഓഫ് ടി ഈക്വൽ ടു ഇന്റഗ്രൽ v വെക്ടർ ഓഫ് ടി dt. ഇന്റഗ്രൽ v വെക്ടർ ഓഫ് ടി dt ആണ് എന്ത്? r വെക്ടർ ഓഫ് ടി. വെലോസിറ്റി വെക്ടറിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് പൊസിഷൻ വെക്ടർ. സോ ഇന്റഗ്രൽ I വെക്ടർ പ്ലസ് tj വെക്ടർ പ്ലസ് t സ്ക്വയർ k വെക്ടർ dt. സോ ഓരോ കമ്പോണന്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക. I വെക്ടറിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. 1നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ t കിട്ടും. സോ t I വെക്ടർ. t നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ t സ്ക്വയർ ബൈ 2 j വെക്ടർ. t സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ t ക്യൂബ് ബൈ 3 k വെക്ടർ. ഓക്കെ, ഇവിടെ I വെക്ടർ മാത്രമേ ഉള്ളൂ. I വെക്ടർ അപ്പൊ ഇന്റഗ്രൽ 1 dt ക്ക് തുല്യമാണ്. 1 dt മീൻസ് t ആണ്. t ഇൻറ്റു I വെക്ടർ വരും. ഇവിടെ t ഉണ്ട്, അപ്പൊ t നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ t സ്ക്വയർ ബൈ 2 j വെക്ടർ വരും. ഇവിടെ t സ്ക്വയർ ഉണ്ട്, t സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ t ക്യൂബ് ബൈ 3 k വെക്ടർ വരും. പ്ലസ് നമ്മൾ എന്തും കൂടെ ചെയ്യണം, ഒരു കോൺസ്റ്റന്റ് ഓഫ് വെക്ടർ ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ k1 I വെക്ടർ പ്ലസ് k2 j വെക്ടർ പ്ലസ് k3 k വെക്ടർ. നമ്മൾ ഇന്റഗ്രേഷൻ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു, എങ്ങനെയാണ് ഒരു വെക്ടർ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ അവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യാം. ഈ കോൺസ്റ്റന്റ് വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുള്ളത്. കണ്ടീഷൻ എന്താ പറയുന്നത്?
ടൈം 0 ആവുമ്പോൾ പാർട്ടിക്കിളിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് -1,2,4 ആണ്. അപ്പൊ ടൈം എന്ത് കൊടുക്കാം, ടിക്ക് 0 കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ആർ വെക്ടർ ഓഫ് ടിയില് ടിക്ക് 0 കൊടുക്കാം. ടി ഈക്വൽ ടു 0, പാർട്ടിക്കിളിന്റെ പൊസിഷൻ ആർ വെക്ടർ ഓഫ് 0 ഈക്വൽ ടു ടി ഐ. ടിക്ക് 0 കൊടുക്കുമ്പോൾ ഈ ടേം 0 ആയി പോവും, ഈ ടേം 0 ആയി പോവും, ഈ ടേം 0 ആയി പോവും. ബാക്കി എന്ത് കിട്ടും? k1 ഐ വെക്ടർ പ്ലസ് k2 ജെ വെക്ടർ പ്ലസ് k3 കെ വെക്ടർ. ഇത് പൊസിഷൻ, ഇതിന്റെ പൊസിഷൻ തന്നിട്ടുണ്ട്. ഇതിന്റെ പൊസിഷൻ എത്രയാണ്? -1,2,4. -1,2,4 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ വെക്ടർ പ്ലസ് 2 ജെ വെക്ടർ പ്ലസ് 4 കെ വെക്ടർ. ഓക്കെ, മൈനസ് ഐ വെക്ടർ പ്ലസ് 2 ജെ വെക്ടർ പ്ലസ് 4 കെ വെക്ടർ. സോ ഇവിടെ k1 ഈക്വൽ ടു എന്ത് കിട്ടും? k1 ഈക്വൽ ടു -1, k2 ഈക്വൽ ടു, അല്ലെ, ഐ വെക്ടറിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ -1 ആണ്, ഇവിടെ k1 ആണ്. സോ k1 ഈക്വൽ ടു -1. ഇവിടെ k2 ഈക്വൽ ടു 2, k2 ഈക്വൽ ടു 2, k3 ഈക്വൽ ടു 4, k3 ഈക്വൽ ടു 4. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ. സോ ആർ വെക്ടർ ഓഫ് ടി ഈക്വൽ ടു ടി ഐ വെക്ടർ പ്ലസ് ടി സ്ക്വയർ ബൈ 2 ജെ വെക്ടർ പ്ലസ് ടി ക്യൂബ് ബൈ 3 കെ വെക്ടർ പ്ലസ് k1 ന്റെ സ്ഥാനത്ത് -1 ആണ്. സോ മൈനസ് ഐ വെക്ടർ, -1 ഐ വെക്ടർ. k2 2 ആണ്. സോ 2 ജെ വെക്ടർ പ്ലസ് 4 കെ വെക്ടർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പൊസിഷൻ അറ്റ് ടി ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഇവിടെ ടിക്ക് 1 കൊടുക്കുക. സോ അറ്റ് ടി ഈക്വൽ ടു 1. ഓക്കെ, ഞാൻ മാച്ചിട്ട് ഞാൻ ചെയ്യാം. അതിന് മുമ്പ് നിങ്ങൾ വളരെ എഴുതിയെടുക്കുക. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വെലോസിറ്റി വെക്ടർ തന്നിട്ടുണ്ട്, നമുക്ക് പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കണം. സോ പൊസിഷൻ വെക്ടർ കാണാൻ നമ്മൾ വെലോസിറ്റി വെക്ടറിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ വരും. ആ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വെക്ടർ ആയിരിക്കും, കാരണം നമ്മൾ വെക്ടർ ഫംഗ്ഷനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്തത്. സോ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഒരു വെക്ടർ ആയിരിക്കും. ആ വെക്ടറിന്റെ കോഎഫിഷ്യൻസ് k1 k2 k3 ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. സോ ആ കണ്ടീഷൻ അപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് k1 k2 k3 കിട്ടി. അത് ഇവിടെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആർ വെക്ടർ ഓഫ് ടി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ടി 1 ആകുമ്പോഴുള്ള പൊസിഷൻ വെക്ടർ ആണ്. അപ്പൊ ഇവിടെ ടിക്ക് 1 കൊടുക്കുക, എന്നിട്ട് വെക്ടർ എഴുതാം. ഓക്കെ, ടി ഈക്വൽ ടു 1 കൊടുക്കും. മനസ്സിലാവുണ്ടോ? എനി ഡൗട്ട്സ്? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, സോ അറ്റ് ടി ഈക്വൽ ടു 1 കൊടുക്കുക. ടി ഈക്വൽ ടു 1. അറ്റ് ടി ഈക്വൽ ടു 1 നമുക്ക് എന്ത് കിട്ടും? ആർ വെക്ടർ ഓഫ് 1 ഈക്വൽ ടു ഐ വെക്ടർ പ്ലസ് 1/2 ജെ വെക്ടർ പ്ലസ് 1/3 കെ വെക്ടർ മൈനസ് ഐ വെക്ടർ പ്ലസ് 2 ജെ വെക്ടർ പ്ലസ് 4 കെ വെക്ടർ. സോ ഐ വെക്ടർ മൈനസ് ഐ വെക്ടർ പോയി. 1/2 ജെ വെക്ടർ പ്ലസ് 2 ജെ വെക്ടർ is equal to 2 plus 1/2. 2 plus 1/2 is 5/2. So 5/2 j vector plus 4 plus 1/3. 4 plus 1/3 is 13/3. So plus 13/3 k vector. 13/3. So particle position എന്തായിരിക്കും? 0, 5/2,
13/3 പൊസിഷൻ T1 ആകുമ്പോഴുള്ള പാർട്ടിക്കിളിന്റെ പൊസിഷൻ കോർഡിനേറ്റ്സ് ആണ്. കോർഡിനേറ്റ്സ് ആണ് ചോദിച്ചിട്ട് അപ്പൊ കോർഡിനേറ്റ്സ് എഴുതുക 0, 5/2, 13/2. ഇവിടെ ഐ ഇല്ലല്ലോ, അതുകൊണ്ടാണ് 0. 0, 5/2, 13/2. Coordinates ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. So at a time t coordinates are 0, 5/2, 13/2. Okay. Okay, next ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? Okay. നോട്ട് എഴുതിയെടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് റെക്കോർഡഡ് വീഡിയോ നോക്കുക, എന്നിട്ട് നോട്ട് എഴുതിയെടുക്കുക. ഓക്കെ, സ്പീഡിൽ നോട്ട് എഴുതിയെടുക്കാനുള്ള പ്രയാസം ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇതെല്ലാം ജസ്റ്റ് പറ്റാവുന്ന പോലെ എഴുതുക. അതിനുശേഷം എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ റെക്കോർഡഡ് വീഡിയോ കേൾക്കുക, എന്നിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സപ്പോസ് ദാറ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ. Suppose that a particle moves along a circular helix in three-dimensional space. Suppose that a particle moves along a circular helix in three-dimensional space, so that its position vector at a time t is r vector of t equal to 4 cos pi t I vector plus 4 sin pi t j vector plus t k vector. Suppose that a particle moves along a circular helix in three-dimensional space, so that its position vector at a time t is r vector of t equal to 4 cos pi t I vector plus 4 sin pi t j vector plus t k vector. Find the distance travelled and displacement of the particle during the time interval 1 less than or equal to t less than or equal to 5. അത് 1 തൊട്ട് 5 വരെയുള്ള ഇന്റർവെല്ലിൽ ഈ പാർട്ടിക്കിള് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, മാത്രമല്ല അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയിട്ടു വിചാരിക്കുന്നു. ഇവിടെ തന്നിട്ടുള്ള പൊസിഷൻ വെക്ടർ എഴുതുക. പൊസിഷൻ വെക്ടർ ആർ വെക്ടർ ഓഫ് ടി ഈക്വൽ ടു 4 cos pi t I vector plus 4 sin pi t j vector plus t k vector. ഓക്കെ, നമുക്ക് ആദ്യം ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് ട്രാവൽഡ് കാണാം. ഡിസ്റ്റൻസ് ട്രാവൽഡ് കാണാൻ ശരിക്കുള്ള മെത്തേഡ് എന്താ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈക്വൽ ടു, നിങ്ങൾ ഫിസിക്സ് പഠിച്ചാണ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് ഇൻറ്റു ടൈം ആണ് ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു, സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ആണ്. സോ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അപ്പൊ നമ്മളിവിടെ ആദ്യം സ്പീഡ് കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മൾ ആ സ്പീഡിനെ ഏത് ടൈം ഇന്റർവെല്ലാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ ടൈം ഇന്റർവെല്ലിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ദ മെത്തേഡ്. ആദ്യം നമ്മൾ സ്പീഡ് കണ്ടുപിടിക്കുക, ഇൻറ്റു ടൈം ചെയ്യുന്നതിന് പകരം ഇന്റഗ്രേഷൻ ചെയ്യാം. ഓക്കെ, 1 to 5 ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ,
അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ഇപ്പൊ പറഞ്ഞുതരാം. ആദ്യം സ്പീഡ് കണ്ടുപിടിക്കുക. സ്പീഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് കണ്ടുപിടിക്കാൻ ആദ്യം ചെയ്യേണ്ടത് സ്പീഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഡിസ്റ്റൻസ് ട്രാവൽഡ് കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് ചെയ്യണം? സ്പീഡ് കണ്ടുപിടിക്കുക. സ്പീഡ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വി വെക്ടർ ഓഫ് ടി ആണ്. സ്പീഡ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വി വെക്ടർ ഓഫ് ടി ആണ്. അപ്പൊ വി വെക്ടർ ഓഫ് ടി കണ്ടുപിടിക്കുക. വി വെക്ടർ ഓഫ് ടി ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. സോ 4 cos പൈ ടിയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? മൈനസ് 4 പൈ സൈൻ പൈ ടി. കോസ് പൈ ടിയുടെ ഡെറിവേറ്റീവ് കോസിന്റെ ഡെറിവേറ്റീവ് സൈൻ. അപ്പൊ സൈൻ പൈ ടി ഇൻറ്റു പൈ വരും. മൈനസ് സൈൻ പൈ ടി ഇൻറ്റു പൈ വരും. ആ മൈനസ് ആണ് ഇത്. സോ മൈനസ് 4, ഓൾറെഡി ഒരു 4 ഇവിടെ പുറത്തുണ്ട്. സോ ഒരു പൈയും കൂടെ പുറത്ത് വരും. സോ മൈനസ് 4 പൈ സൈൻ പൈ ടി പ്ലസ് സൈൻ പൈ ടിയുടെ ഡെറിവേറ്റീവ് പൈ ഇൻറ്റു കോസ് പൈ ടി. ഓൾറെഡി ഒരു 4 പുറത്തുണ്ട്. സോ 4 പൈ കോസ് പൈ ടി പ്ലസ് ടിയുടെ ഡെറിവേറ്റീവ് 1. സോ പ്ലസ് കെ വൈ. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണണം. മോഡുലസ് ഓഫ് വി വെക്ടർ ഓഫ് ടി ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് 4 പൈ സൈൻ പൈ ടി ഹോൾ സ്ക്വയർ പ്ലസ് 4 പൈ കോസ് പൈ ടി ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഇതിന്റെ കമ്പോണന്റ് ഫംഗ്ഷൻസ് എടുക്കുക. മൈനസ് 4 പൈ കോസ് സൈൻ പൈ ടി എടുക്കുക ഹോൾ സ്ക്വയർ പ്ലസ് 4 പൈ കോസ് പൈ ടി ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. മാഗ്നിറ്റ്യൂഡ് കാണാൻ ഐ ചെയ്യാം, കെ ഒന്നും എടുക്കരുത്. അതിന്റെ കോഎഫിഷ്യൻസ് മാത്രം എടുക്കുക. എന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്യുക. എന്നിട്ട് ആഡ് ചെയ്തിട്ട് റൂട്ട് എടുക്കാം. ഓക്കെ, സോ ദിസ് ഈസ് റൂട്ട് ഓഫ് 4 മൈനസ് 4 പൈ എന്ന് പറയുന്നത് 16 പൈ സ്ക്വയർ വരും. സൈൻ സ്ക്വയർ പൈ ടി പ്ലസ് 16 പൈ സ്ക്വയർ കോസ് സ്ക്വയർ പൈ ടി പ്ലസ് 1. So this is equal to root of the sin 16 pi square common എടുക്കുക. 16 pi square common ആയിട്ട് എടുക്കുക. സോ sin square pi t plus cos square pi t plus 1. ഈ രണ്ട് ടേംസിന് 16 pi square common ആണ്. sin square pi t plus cos square pi t is 1. So you will get root of 16 pi square plus 1. So that is the answer. 16 pi square plus 1. That is speed. സ്പീഡിനെ ഞാൻ വേണമെങ്കിൽ എസ് എന്ന് വിളിക്കാം. എസ്. ഓക്കെ, root of 16 pi square plus 1. ഇനി നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ് ആവശ്യം. So distance traveled equal to, ഇവിടെ ലിമിറ്റ് 1 to 5 എടുക്കാം. 1 തൊട്ട് 5 വരെയാണ്. സോ ഇന്റഗ്രൽ 1 to 5 ഈ സ്പീഡ് എസ് ഡി ടി. എസ് എന്ന് ഉദ്ദേശിക്കുന്ന സ്പീഡാണ്, ഡിസ്പ്ലേസ്മെന്റ് അല്ല. ഫിസിക്സിൽ നമ്മൾ സാധാരണ എസ് എന്ന് ഉദ്ദേശിക്കുന്ന ഡിസ്പ്ലേസ്മെന്റിനെയാണ്. പക്ഷെ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനെ സ്പീഡിനെയാണ്. ഓക്കെ, so that is integral 1 to 5 root of 16 pi square plus 1 dt. 16 pi square plus 1 constant and it can be taken outside. Root of 16 pi square plus 1 integral 1 to 5 dt. 1 to 5 dt is t. So that is root of 16 pi square plus 1 into t. Integral dt, t, limit 1 to 5
അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കിട്ടുമ്പോൾ 4 കിട്ടും. 4 into root of 16 pi square plus 1. So that is the distance traveled equal to 4 into root of 16 pi square plus 1. 4 into root of 16 pi square plus 1. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കണം. ഏത് ഇന്റർവെല്ലിലാണോ നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് കാണേണ്ടത് ആ ഇന്റർവെല്ലിനെ നമുക്ക് ലിമിറ്റ് ആയിട്ട് എടുക്കുക. എന്നിട്ട് സ്പീഡ് കണ്ടുപിടിച്ച ശേഷം സ്പീഡിനെ വിത്ത് റെസ്പെക്ട് ടു ആ ഇന്റർവെല്ലിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് കിട്ടും. ക്ലിയർ ആണോ എല്ലാവർക്കും? എനി ഡൗട്ട്? എനി ഡൗട്ട്? ഓക്കെ. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് കാണാൻ വളരെ ഈസിയാണ്. ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. സോ നമ്മൾ ആർ വെക്ടർ ഓഫ് 1 to 5 വരെ അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ ഇത്രയും ആർ വെക്ടർ ഓഫ് 5 മൈനസ് ആർ വെക്ടർ ഓഫ് 1 ചെയ്താൽ ആർ വെക്ടർ ഓഫ് 5 മൈനസ് ആർ വെക്ടർ ഓഫ് 1. ആർ വെക്ടർ ഓഫ് 5 എന്ന് പറയുമ്പോൾ ടിക്ക് സ്ഥാനത്ത് ആദ്യം 5 കൊടുക്കുക. അപ്പൊ നമുക്ക് 4 കോസ് 5 പൈ ഐ വെക്ടർ plus 4 sin 5 pi j vector plus 5 k vector. Okay. Plus 5 k minus r t के साथ 1 കൊടുക്കുക. So 4 cos pi I vector plus 5 അല്ല 4 sin 5 sin pi j vector plus k vector. t के साथ 1 കൊടുക്കുക. ഇത് മൈനസ് ചെയ്യുമ്പോൾ cos 5 pi എന്ന് പറയുന്നത് -1 ആണ്. സോ ദാറ്റ് ഈസ് -4 I vector. sin 5 pi 0 ആണ്. സോ അത് പോകും. ബാക്കി 5 k vector മൈനസ് again cos pi -1 ആണ്. സോ -4 I vector. ഇവിടെ sin pi 0 ആണ്. സോ ഇറ്റ് ഈസ് പ്ലസ് k vector. സോ ഇവിടെ -4 pi ഉണ്ട്. ഇവിടെ മൈനസ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ -4 I vector plus 5 k vector plus 4 I vector minus k vector. So നമ്മൾ 4 I vector cancel ചെയ്യുക. 5 k vector minus k vector equal to 4 k vector. So that is the displacement. Displacement is a vector quantity. 4 k vector. So ഇതാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് കാണേണ്ട ഇക്വേഷൻ. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് കാണേണ്ട ഇക്വേഷൻ. ഓക്കെ. ഡിസ്പ്ലേസ്മെന്റ് വളരെ ഈസിയാണ്. ജസ്റ്റ് ആ ഇന്റർവെല്ലിലുള്ള പൊസിഷൻ വെക്ടേഴ്സ് തമ്മിൽ മൈനസ് ചെയ്താണ്. ഓക്കെ. സോ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിസ്പ്ലേസ്മെന്റ്. ഇനി ആക്സിലറേഷൻ തന്നിട്ട് നമുക്ക് വെലോസിറ്റിയും അതുപോലെ ഇതും കാണാൻ പറയും. ആക്സിലറേഷൻ തന്നിട്ട് വെലോസിറ്റിയും ആർ വെക്ടർ ഓഫ് ടിയും കാണാൻ പറയും. അപ്പൊ നമ്മൾ 2 തവണ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ. ആ ചോദ്യം നമുക്ക് പിന്നെ ഒരു ദിവസം ചെയ്തു തരാം. നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് അത്. ഈ 9th ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ പൊസിഷൻ ആൻഡ് വെലോസിറ്റി വെക്ടേഴ്സ് ഓഫ് ദി പാർട്ടിക്കിൾ. ഇവിടെ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, വെലോസിറ്റിയും തന്നിട്ടുണ്ട്, പൊസിഷൻ വെക്ടർ അറ്റ് 0 തന്നിട്ടുണ്ട്. വെലോസിറ്റി അറ്റ് 0, പൊസിഷൻ വെക്ടർ അറ്റ് 0 തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പൊസിഷൻ ആൻഡ് വെലോസിറ്റി വെക്ടർ അറ്റ് ടി ആണ്. ഓക്കെ. ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെ ഒരു ദിവസം പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ എന്നാൽ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം.
ഹലോ ഹലോ നീ കോൾ കട്ട് ചെയ്ത് അറിഞ്ഞില്ല കേട്ടോ, നെറ്റ് പോയത്. ഓക്കെ. ഹലോ, ആരെങ്കിലും ഉണ്ടോ ഗ്രൂപ്പിൽ? ഉണ്ട് സാറേ. ഓക്കെ, അത് ഇടയ്ക്ക് കട്ടായി പോയില്ലേ, ഞാൻ അറിഞ്ഞില്ല. കട്ടായി പോയെന്ന് അറിഞ്ഞില്ല, അത് പറ്റിയത്. ഓക്കെ ഓക്കെ, ഞാൻ ഡിസ്റ്റൻസ്, ഞാൻ ഇതിന്റെ റെക്കോർഡഡ് വീഡിയോ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോ ബാക്കി ഇനി നമ്മൾ ഡിസ്റ്റൻസ് ട്രാവലിന്റെ എല്ലാവർക്കും കിട്ടിയില്ലേ? ഡിസ്റ്റൻസ് ട്രാവൽഡ് കണ്ടുപിടിച്ച എല്ലാവർക്കും മനസ്സിലായില്ലേ? അത് എവിടെന്നാണ് പോയത്? ഡിസ്റ്റൻസ് ട്രാവൽഡ് കഴിഞ്ഞിട്ട് ഡിസ്പ്ലേസ്മെന്റ് കാണുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അത് ഞാൻ റെക്കോർഡഡ് വീഡിയോയിൽ ഇട്ടുതരാം. ഓക്കെ, അത് റെക്കോർഡഡ് വീഡിയോയിലെ എൻഡിൽ അതുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. എല്ലാവരും എക്സിറ്റ് എടുക്കും.